നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ തൈകളൊക്കെ വെച്ചിട്ട് ഇപ്പോൾ 3 മാസം ആവുന്നതേ ഉള്ളൂ. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇതിന് ഫിഷ് ടാങ്കിൽ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കാറ്. മറ്റ് വളങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല ഇതുവരെ. പിന്നെ സാധാ വെള്ളം ഒഴിച്ചു കൊടുക്കും, ഇടയ്ക്ക് ഫിഷ് ടാങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കും. ഇത് കണ്ടില്ലേ നമ്മുടെ സപ്പോട്ട, തൈവാൻ ജംബോ സപ്പോട്ടയാണിത്. ഇത് പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ പേരൊക്കെ കാഴ്ച തുടങ്ങിയിട്ടുണ്ട്. ഒരുവിധം കുഴപ്പമില്ല. ഓരോ സപ്പൊക്കെ പുതിയ ഇലകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. എല്ലാം പുതിയ ഇലകളൊക്കെ കിളർത്ത് തുടങ്ങിയിട്ടുണ്ട്. എല്ലാം പിടിച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് നഷ്ടപ്പെട്ടത് പുലാസാനാണ്. പുലാസാൻ നഷ്ടപ്പെട്ടു പോയി. ബാക്കിയുള്ളതൊക്കെ കുഴപ്പമില്ലാതെ പുതിയ ഇലകളൊക്കെ വന്നിട്ടുണ്ട്. വളമായിട്ട് നമ്മളെ വീട്ടിലെ അടുക്കള മാലിന്യ സംസ്കരണത്തോട് ലഭിക്കുന്ന ആ ഫ്രാസാണ് ഇത് തൈകൾ വെക്കുമ്പോൾ ആ കുഴിയിൽ ഇട്ട് കൊടുത്തത്. അതിനുശേഷം വളങ്ങളൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. പിന്നെ ഇതിന് ഈ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ലാതെ വളരുന്നുണ്ട്. നമുക്ക് പുറത്തുനിന്ന് വെള്ളമൊന്നും വാങ്ങിക്കാതെ തന്നെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ആ ഫ്രാസൊക്കെ ഉപയോഗിച്ചിട്ട്, BSF ലാർവയുടെ ഫ്രാസൊക്കെ ഉപയോഗിച്ചിട്ട് ഇതുപോലെ നമുക്ക് ഇഷ്ടംപോലെ ഫ്രൂട്ട്സും മറ്റ് പച്ചക്കറികളും പൂക്കളും ഒക്കെ ഉണ്ടാക്കാനുണ്ടാകും. നമുക്ക് നല്ലൊരു സംഭവമാണ്. അത് പരമാവധി ഇത് പ്രയോജനപ്പെടുത്തിക്കൊള്ളൂ. അടുക്കളയിലെ ബാക്കി വരുന്ന ഭക്ഷണാവശിഷ്ടങ്ങളുണ്ടല്ലോ, അത് വെറുതെ കളയാതെ ഇതുപോലൊക്കെ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ വളരെ നല്ലതാണ്. നമുക്ക് ഒരുപാട് കാശ് ലാഭിക്കാൻ പറ്റും. വെറുതെ കിട്ടുന്ന സാധനമല്ലോ, വലിയ പ്രത്യേകിച്ച് മെനക്കെടൊന്നുമില്ല. ഒരു പോട്ടിൽ ഈ സംഭവം ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് അരിച്ചുകൊണ്ട് ചേർത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി വളമായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. വേറെ ഒന്നും വേണ്ട. അപ്പോൾ അത് പരമാവധി ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നമുക്കിതേപോലെ ഫ്രൂട്ട്സൊക്കെ അടിപൊളിയായിട്ട് കഴിക്കാൻ സാധിക്കും. അതുപോലെ ഈ പേൾ ഗ്രാസൊക്കെ കണ്ടില്ലേ, വേറെ വളം ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ. നമുക്ക് ആകെ ഈ അടുക്കള മാലിന്യ സംസ്കൃതത്തിൽ ലഭിക്കുന്ന ഈ ഫ്രാസ് മാത്രം ഉപയോഗിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് പരമാവധി ഉപയോഗപ്പെടുത്തുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുപാട് പൈസ ലാഭിക്കാൻ സാധിക്കും. അതുപോലെ ആ വെള്ളം ഉപയോഗിച്ചിട്ട് നമുക്ക് ധാരാളം പച്ചക്കറികൾ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്, മറ്റ് വളമോ വെള്ളമോ ഒന്നും കൊടുക്കാതെ തന്നെ. പുറത്തുനിന്നും 5 കാശ് കൊടുത്ത് വളം വാങ്ങിക്കാതെ തന്നെ നല്ല രീതിയിൽ നല്ല അടിപൊളി യാതൊരു രാസകീടനാശിനികളൊന്നും ഉപയോഗിക്കാതെ നല്ല രീതിയിൽ തന്നെ ഇത് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്.